ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു DIY ആയിട്ടുള്ളൊരു ഓർഗനൈസർ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നല്ല ഞാൻ കാണിച്ചു തരാം, വരും. അപ്പോൾ അതാ ഇങ്ങനെയുള്ളൊരു പെർഫ്യൂം ബോക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അൽക്കുലത്തെ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു സാധനം ഞാൻ വേസ്റ്റ് ആക്കാറില്ല, പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരം ഞാൻ ചെയ്യാറില്ല കേട്ടോ. വെറുതെ ആക്രിയാക്കി അങ്ങ് എടുത്ത് വെക്കാറാണ് പതിവ്. എൻ്റെ അനിയൻ പറയും ഈ താത്താൻ്റെ റൂമിൽ ഫുൾ ആക്രിയാണ്, പക്ഷെ ഞാനത് മൈൻഡാക്കാറില്ല. എന്നാലും കണ്ടതെല്ലാം എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിനെ ഒന്ന് സുന്ദരനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇതിനെ ഒന്ന് വൈറ്റ് പേപ്പറിലാണ് ഞാൻ റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് വേഗം പണി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് വേറൊരു പണിയായിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് ഗൈസ്. പക്ഷേ സാരില്ല, നമുക്ക് സെറ്റാക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷേ ഈ ഒരു സ്ട്രാപ്പ് പറിച്ചെടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതിനെ റോൾ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് എല്ലാ ഭാഗത്തും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എല്ലാ എഡ്ജും ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് ഉള്ളിലോട്ട് മടക്കി കൊടുത്തും ചെയ്തു. അടിഭാഗത്ത് സെല്ലോ ടേപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ സുന്ദരനാക്കാൻ വേണ്ടി ഈ ഒരു ലൈസിനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കറക്റ്റ് സൈസിന് ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടിച്ചപ്പോൾ തന്നെ സ്ഥലം ജസ്റ്റ് മാറിപ്പോയതുകൊണ്ട് ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്. സാരില്ല, നമുക്ക് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡബിൾ സൈഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടാനൊക്കെ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒട്ടിക്കിട്ടൊന്ന് കറക്റ്റ് ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒട്ടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതുമ്പോൾ വേറെ പണികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.